ഹേ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് April 2 മാളുവിന്റെ ബർത്ത്ഡേ ആണ്. അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലായിട്ട് കുറെ പേര് ഇങ്ങനെ വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കമന്റ് ബോക്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം DM വഴിയായിട്ട് കുറെ പേര് ഇങ്ങനെ മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ അവരോടൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം. ആൻഡ് എനിക്ക് ഒട്ടും വയ്യ കേട്ടോ. എനിക്ക് മാത്രമല്ല, എനിക്ക് മാളുവിന്, അമ്മയ്ക്ക്, അച്ഛന് ആർക്കും ഒട്ടും വയ്യ. ഇപ്പം മൊത്തത്തിൽ എന്താ പറയുക, ഈ വീടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ വാർഡ് പോലെയാണ്. എല്ലാവരും മുക്കിലും മൂലയിലുമായിട്ട് ഇങ്ങനെ വയ്യാതെ അങ്ങനെ കിടപ്പുണ്ട്. അപ്പം എല്ലാ ബർത്ത്ഡേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആള് രാവിലെ വന്നിട്ട് ഇങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കും, കേക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടോ എന്നറിയാം, അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വെച്ചിരിക്കും. അപ്പം ഇന്നും അതേപോലെ വന്നിങ്ങനെ ആരും അറിയാത്ത രീതിയിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് സാധനമൊന്നും ഇല്ല. അപ്പൊ ഞാൻ ചെന്നിട്ട് ഫ്രിഡ്ജ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ വെറുതെ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി അന്നത്തെ ദിവസം എന്താണ് നോക്കണേ നമുക്കറിയാമല്ല. അപ്പൊ ഇങ്ങനെ ആള് നോക്കിയപ്പോഴത്തേക്ക് ആള് വിചാരിച്ചിരിക്കണം നമ്മൾ ബർത്ത്ഡേ മറന്നിരിക്കണം എന്നാണ്. സംഭവം മറന്നിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയ കുഞ്ഞു ഉമ്മളി പോലുള്ള ഒരു കേക്ക് ഇങ്ങനെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരു 1 hourനകത്ത് വരും. അത് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കുഞ്ഞ് ബർത്ത്ഡേ ആഘോഷം തുടങ്ങാൻ പോകുന്നത്. പിന്നെ ഞാനൊരു ചെറിയ ഗിഫ്റ്റും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ബാളോ പൊട്ടിയിട്ട് ഇവിടെ ഇവിടെ ഉണ്ട്. എത്തോളം ബഡ്ജറ്റ് കുറവാണ് കേക്ക്. ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനമാണ്. കഴിക്കാൻ വയ്യ. ഇത് ബില്ലും കൂടി ഞാൻ അല്ല, ഇത് അതിന്റെ കൂട്ടത്തിൽ വെക്കുന്ന സാധനമാണ്. അല്ല, ഇത് ഞാൻ വേറെ എന്തൊരു ഹാപ്പി ബർത്ത്ഡേ ടു മൈ വണ്ടർഫുൾ സിസ്റ്റർ, യു മേക്ക് മൈ ലൈഫ് ബ്രൈറ്റർ, ജസ്റ്റ് മൈ ബീങ് വിഷ് യു എ ബേബി വിഷ് യു എ ഡേ ഫുൾ ഓഫ് ലവ് ആൻഡ് സ്മൈൽ. ഇതായി അത് ഞാൻ വരച്ച സ്മൈലിയാണ്. സ്മൈൽ. ഓക്കെ, ഇങ്ങനെയല്ലേ വയ്ക്കാനുള്ള. എങ്ങനെയെങ്കിലും കട്ടി എടുത്താ പോയി. കട്ടി ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മാളക്കുട്ടി. അമ്മയ്ക്ക് ചൂട്. ഹാപ്പി ബർത്ത്ഡേ മാളക്കുട്ടി. കൊള്ളാല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാമോ? മറ്റേതും കൂടെ കഴിച്ചു നോക്കിയാണ്. ഇത് കാപ്പിച്ചീനോ ബ്രൗണിയാണ്. ചെറിയൊരു പീസ് കഴിച്ചു നോക്കിയാണ്. സെറ്റപ്പ് സാധനമാണ്. എങ്ങനെയുണ്ട്? കോഫി സൂപ്പർല്ലേ. അപ്പം ഈ വർഷം ലളിതമായിട്ടുള്ള ബർത്ത്ഡേ ആണ്, വളരെ ലളിതമായിട്ടുള്ള ബർത്ത്ഡേ. എന്താ വണ്ടിക്കകത്ത് നിനക്ക് വേണ്ടി ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഡിക്കി അവിടെ നിന്ന് മാറിയിട്ട് വേണം തുറക്കാൻ. നടുക്ക് അങ്ങോട്ട് അവിടെ സ്വിച്ച് ഉണ്ട്. മാറിക്കോട്ട്, ഇങ്ങോട്ട് മാറിക്കോട്. പതുക്കെ. അതല്ല ഇവിടെ ഗിഫ്റ്റ് അവനെ എടുക്കണോന്നു. മറ, നിനക്കുള്ളതല്ല, നിനക്കുള്ള നീ എടുത്തോട്ടാ മതി. മറ അങ്ങോട്ട്. അതും കൂടെ അതെന്താ കറങ്ങി വന്നു. ചോക്ലേറ്റ് ഒക്കെ പിന്നല്ലേ മകളെ, എടുത്തോണ്ട് പോ. നിനക്ക് നിന്റെ ഫുഡ് ഉണ്ടല്ലോ, അത് പോയി കഴിച്ചാൽ മതി. അൺബോക്സ് ഫോട്ടോ സൂപ്പർ.
ലക്കിതാ. ലക്കി ഇത് 17 ആ. ലക്കി എവിടെ? ലക്കി ലക്കിതാ അതിനകത്ത് നീയുണ്ട്. ലക്കി കാണിച്ചു നോക്ക്. നോക്ക് നീയുണ്ട്. നോക്കുതാ നമ്മൾ രണ്ടുപേരും നോക്കടാ നോക്കടാ പഠിച്ചോടാ പന്നി തന്നെ. പൊട്ടന്റെ കാര്യം. നോക്കടാ നമ്മള് രണ്ടുപേരടാ. സൗണ്ട് പോയിടാ. അടുത്തതായിട്ട് ഗിഫ്റ്റ് ബോക്സ് എല്ലാം എടുത്തത്. ഇത് ലൈറ്റ് കത്തും. അതിനടിയിൽ എന്തൊരു സ്വിച്ച് ഉണ്ട്. നിരക്ക് താഴോട്ട്. ഇനി അവൻ അത് കടിച്ചില്ല. അവന് കൊടുക്കല്ലേ. റൂമില് വെക്കാൻ ഇത് കീ ചെയിൻ. അതൊരു കീ ചെയിൻ. ചോക്ലേറ്റ്സ്. ഇതെന്തൊരു സാധനം. പെർഫ്യൂം. അല്ല പെർഫ്യൂം. എനിക്ക് ഇല്ലായിരുന്നു. എന്റെ ഇല്ലാത്തത് ഈ സാധനം. അതാണ് കൊതിച്ചത്. എനിക്ക് ഇല്ലല്ലോ. എടുത്തത് ഇതിനകത്ത് വേറെ എല്ലാം ഉണ്ടോ? ഇല്ല ഇത്രേ ഉള്ളൂ. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഇതും പിന്നെതാ ഞാൻ ലക്കിയും കൂടെ നിക്കണത്. ലക്കി ഞാന് അത് വരച്ചതാ. ഇവിടെ പേരെന്താ? വൈശാഖ് ആർസ് എന്ന് പറയുന്ന ആള് വരച്ച് ഇത് വരച്ചിങ്ങനെ ആക്കിയതാ. കാരിക്കേച്ചർ അങ്ങനെ പേരെന്ന് പറഞ്ഞിട്ട് എന്തായാലും വൈശാഖ് കേട്ടോ കൊള്ള. ഇതിനെ വെച്ചത് നന്നായി. ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് നിത്യ കുട്ടിയാണ്. നിത്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് ഈ സാധനം എനിക്ക് ഇല്ലായിരുന്നു. ഇഷ്ടപ്പെട്ട സാധനം. താങ്ക് യു. ഒരു കുഞ്ഞു പർച്ചേസിന് വേണ്ടി നമ്മൾ ലുലു മാളിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും ഉണ്ട്. സൺറൂഫ് ഒക്കെ അടച്ചാ. മഴ പെയ്യൊന്നും വെച്ചിട്ട് ലുലു മാളിൽ വന്നിട്ട് സൺറൂഫ് എടുത്ത് അടച്ചു വെച്ചിരിക്കും. ഇത് ഗ്ലാസ് ആണ്. ഇത് വെള്ളം ഒന്നും ഇങ്ങോട്ട് വരൂല. പലചരക്ക് പാല് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. സൂപ്പർ മാർക്കറ്റിന്റെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ചുമ്മാ നടക്കുമ്പോഴത്തെ എന്നെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ നമ്മൾ അറിവില്ലാതെ അങ്ങ് എടുത്തങ്ങ് പോകും. ഓഫറും കൂടെ കാണുമ്പോഴത്തേക്ക് 10-500 രൂപയുടെ സാധനം മേടിക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര രൂപ? 5000 രൂപയുടെ സാധനവും വാങ്ങിച്ചുകൊണ്ടാണ്. എത്രയായാലും ഒരു ഉള്ളി എടുക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ വല്ല കാര്യമുണ്ട്. ഒരാവശ്യമില്ല. എന്തിനൊക്കെ എടുത്തോണ്ട് വന്നിരിക്കണ്. ഇതോ അങ്ങോട്ട് അവിടെ എവിടെയാണ് വണ്ടി ഇട്ടത്? അങ്ങോട്ട്. D1 ആണ്. ഓക്കെ. ആരടി കൊണ്ടുവന്ന്? തണുത്ത ഐസ്ക്രീം അല്ലേ? വെരി ഗുഡ്, ബ്രില്യന്റ് ഐഡിയ. അവള് എത്ര ദിവസം രാവിലെ ഇറങ്ങിപ്പോ രാത്രി ഏറി വരും. എന്നിട്ട് മക്കൾക്ക് പനി ഉണ്ടായോ ഒന്നും അറിയണ്ട. പനി മാറിയിട്ട് കഴിച്ചാൽ ഇത് അറിഞ്ഞു മേടിച്ചു തന്നെയാണ്. അത് ഇന്ന് ബർത്ത്ഡേ അമ്മ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് രാവിലെ അറിയായിരുന്നു. ഞാൻ പോകുന്നത് എപ്പോഴാണ് ഉറക്കണിക്കുന്നത്. എന്നിപ്പോ രാവിലെ പോയി. ഇന്നലെ രാവിലെ പോയി. ഞാൻ 12 മണിക്ക് ഞാൻ ചെയ്തു. നീ 12 മണിക്ക് ചെയ്ത്. ഓക്കെ. ഇനി അടുത്ത് തിന്നാനുള്ള സാധനമുണ്ട്. അങ്ങനെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി പാർസൽ വാങ്ങിച്ചതാണ്. വീട്ടിൽ വെച്ചതല്ല. പിന്നെ വെജ് ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ചില്ലി ചിക്കൻ. അപ്പം മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഓക്കെ. ഇനി അമ്മയുടെ വക കിട്ടിയ ഡ്രസ്സ് ഒന്ന് കാണിക്കും. ഓ സൂപ്പർ. അതെ സൂപ്പർ. ഒന്ന് ഇട്ടിട്ട് വന്നാണ് നോക്കട്ടെ. വാവ്, സൂപ്പർ ഡ്രസ്. നല്ല ഡ്രസ്സുണ്ട്. തിരിഞ്ഞാണ്. ഓക്കെ. ഇത് തയ്പ്പിച്ചതല്ലേ? ഓക്കെ. അപ്പം സൂപ്പർ ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഇടാൻ വേണ്ടിട്ട് മേടിച്ചത്. പിന്നെ ഇന്നത്തെ ദിവസം ഇടാത്തത്? പിന്നെ ലുലു പോയപ്പോ ഇടാത്തത്? ഇത് ഇട്ടോണ്ട് ലുലുല
അത് ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ടിട്ട് പോകുമ്പോലുണ്ട്. ഇതിലൂടെ ഞാന് അവിടെയൊക്കെ നിരങ്ങും. ഇത് പാർട്ടിയിലിടാനുള്ള ഡ്രസ്സാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത്. ഇത് തന്നെ കുറച്ച് ആർഭാടം കൂടുതലാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് റിലീസായ വാഴ 2 എന്ന് പറയുന്ന ഒരു പടം കാണാൻ വേണ്ടി പോവുകയാണ്. അതോടുകൂടി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം അവസാനിക്കും, ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷം അവസാനിക്കും. വാഴ 2 ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ, ഒരുപാടല്ല എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കതും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. വളരെ നല്ല റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതും കൂടെ കണ്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. പറ്റിയാൽ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. ആൻഡ് ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്, ലവ് യു, ബൈ.